ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചധികം നാളെ, കാരണം ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വീഡിയോസ് ഇടാനും വാട്സപ്പിൽ റിപ്ലൈ ഇടാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ സെയിലും ഉണ്ട്. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോയുടെ അവസാനം വരെ കാണാം. അപ്പം നമ്മളിപ്പം കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഈ പ്ലാൻസ് ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും അയക്കുന്നത്. പിന്നെ മെസ്സേജസ് ഒക്കെ നോക്കാൻ ചെറിയൊരു ഡിലേ കാണും, എന്നാൽ അതൊക്കെ പരിഹരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഫയർ വർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇതിൻ്റെ കുറച്ച് അത്യാവശ്യം നല്ല പീസസ് തന്നെ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. പുതിയൊരു വെറൈറ്റിയാണ്. മാർക്കറ്റിൽ അങ്ങനെ അധികം ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ പുതിയൊരു വെറൈറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം നമ്മളെ DM ചെയ്യുക, മെസ്സേജ് അയക്കാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെസ്സേജസിലും കുറേ പേര് ഇഷ്യൂസ് പറയുന്നുണ്ട് റേറ്റ് പറയാത്തതിന്. അതിന് അതിൻ്റേതായ കുറച്ച് കാരണങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അടുത്തതായിട്ട് വരുന്ന നമ്മുടെ റെഡ് ഹാർട്ട് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതൊരു 300-350 റേഞ്ചിലാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് കണ്ടോ, ഇതേപോലെ നല്ല ഹാർട്ട് ഷേപ്പിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു പേര് വരുന്നത്. പിന്നെ ഈ പ്ലാന്റ്സ് കണ്ടോ, ഇതൊക്കെ പുതിയ ലീഫ് വരാറായ പ്ലാന്റ്. അതാണ് ഇങ്ങനെ ഒരു മടങ്ങിയിരിക്കുന്നത്. ലീഫ് ഫുൾ മെച്ചുറാകുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ വിരിഞ്ഞ് വിടർന്ന് വരുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ നല്ല ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള ഫുള്ളി സൈസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇത് ഒരുപാട് പ്ലാന്റ്സ് ഒരുമിച്ച് ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്നത്. അടുത്ത വരെ നമ്മുടെ മെലോനി ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് നല്ല സൈസ് വയ്ക്കുന്നത്, നല്ല ഭംഗിയാണ്. നല്ലൊരു ലെമൺ യെല്ലോ കളറാണ് ഇതിൻ്റെ ആ ലീഫ് വരുന്നത്. അപ്പം നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട്, രാവിലത്തെ വെയിൽ. അപ്പം നിങ്ങൾക്കത് കുറച്ച് ഇതായിട്ടായിരിക്കും കാണുന്നത്. എന്നാലും നോക്കും, നല്ല യെല്ലോ കളറിലാണ് ഈ ലീഫ്. നല്ല ലൈറ്റ് യെല്ലോ കളറിലാണ് ലീഫ് വരുന്നത്. പിന്നെ പയ്യെ കളർ മാറും, നല്ല ഗ്രീനിലോട്ട് മാറും. അപ്പം നമുക്കൊരു വൈറ്റ് ബോട്ടിലൊക്കെ വെച്ച് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് അത്. പിന്നെ അടുത്തത് നമ്മുടെ റെഡ് ക്യാബേജ്. റെഡ് ക്യാബേജ് ഇത് അത്യാവശ്യം കുറച്ച് നമുക്ക് ഈ എന്താ പറയുക വളർച്ച വന്ന പ്ലാന്റാണ്. നമ്മൾ 430-ക്കും 420-ക്കൊക്കെ കൊടുത്ത പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി നമുക്ക് മെച്ചർ സ്റ്റേജിലോട്ട് എത്തിയ പ്ലാന്റാണ്. അപ്പോൾ റെഡ് ക്യാബേജിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സും ഉണ്ട്, അല്ല നമ്മൾ മുന്നേ കൊടുത്തുകൊണ്ടിരുന്ന റേറ്റിനുള്ള പ്ലാന്റ്സും ഉണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ഇടാം. പിന്നെ മെലോനി ഗോൾഡൊക്കെ നമുക്ക് 300-350 ആ റേഞ്ചിലാണ് അതും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റെഡ് ക്യാബേജ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വരുന്നത് സെല്ലം ഹോപ്പ് എന്ന് പറയുന്ന ഒരു ഫിലഡൻഡ്രോൺ വെറൈറ്റി. അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ലീഫിൻ്റെ ഷേപ്പ് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് സെല്ലം ഹോപ്പ്. അപ്പോൾ സെല്ലത്തിൻ്റെ അതേപോലെ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ആകെ 3-4 പീസേ ബാക്കിയുള്ളൂ. ബാക്കി അത്രയും നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാറ്റസ് ഇട്ടപ്പോഴൊക്കെ ഒരുപാട് പേര് നമുക്ക് ബുക്ക് ചെയ്തു, പ്രീ ബുക്കിങ്ങും വന്നു, അങ്ങനെ ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നമുക്കൊരു 7 ഇഞ്ച് പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ പോട്ട് സൈസിൽ വരുന്ന പ്ലാന്റ് ആണ്. അപ്പം ഇതിൻ്റെ കുറച്ചിപ്പോൾ ആകെ 3-4 പീസ് മാത്രമേ നമുക്കിപ്പോൾ ബാക്കിയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നമ്മൾ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കുറച്ച് പീസൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അധികം റേറ്റ് ഡിസ്ക്ലോസ് ചെയ്യാത്തത്. കാരണം ഒരുപാട് പേര് വന്ന് എൻക്വയറി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്ലാന്റ്സ് കാണത്തില്ല. അപ്പോൾ ഇതേപോലത്തെ നല്ല സൈസിൽ വരുന്ന പ്ലാന്റാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് നമ്മുടെ സെല്ലം ഹോപ്പ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇനി അടുത്തൊരു വെറൈറ്റി നമ്മൾ സിങ്കോണിയം. സിങ്കോണിയത്തിൻ്റെ മുന്നേ നമ്മുടെ ബുഷി പ്ലാന്റ്സ് ഇട്ടപ്പോഴത്തേക്കും അത് ബുഷി പ്ലാന്റ് ആയപ്പോഴത്തേക്കും അതിന് കുറച്ച് റേറ്റ് ഉണ്ട്. അപ്പോൾ ആ റേറ്റിന് എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഇങ്ങനത്തെ ഒരു പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മിൽക്ക് കോൺഫെക്റ്റി എന്ന് പറഞ്ഞാൽ സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റി. ആ കണ്ട അതിലൊരു ഒരു പിങ്ക് കളർ സ്പ്ലാഷ് പോലെ ഇങ്ങനെ കളർ എറിഞ്ഞ പോലത്തെ ഒരു എന്താ പറയുക ഒരു ഷെയ്ഡാണ് അതിൻ്റെ ലീഫിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു 100 റുപ്പീസിന് വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല രീതിയിൽ കളർ കയറിയ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പ്ലാന്റ്സ് വേണമെങ്കിൽ ചെറിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത്തിരി സൈസുള്ള പ്ലാന്റ്സ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം നമുക്കിപ്പോൾ കുറച്ച് സൈസുള്ള പ്ലാന്റ്സ്, ഇത്തിരി ചെറിയ പ്ലാന്റ്സും ഉണ്ട്. ഇത് അടുത്ത് നമ്മുടെ സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്കൊരു 5-6 വെറൈറ്റീസ് അല്ല ഒരു 8-10 വെറൈറ്റി നമുക്ക് സിങ്കോണിയത്തിന് അവൈലബിൾ ആണ്. പക്ഷേ സെയിലിന് നമുക്ക് വളരെ ഒരു 3-4 വെറൈറ്റീസ് മാത്രമേ സെയിലിന് നമുക്ക് റെഡി ആയിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ കളക്ഷനായിട്ട് ഒരുപാടുണ്ട്. അതൊരു ദിവസം നിങ്ങൾക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെയും പ്ലാന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. എവിടെയാണെങ്കിലും നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും. DTDC സ്വീറ്റ് പോസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമേ കാണത്തുള്ളൂ കൊറിയർ. കാരണം നമുക്ക് ഈ തിരക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പാക്കിംഗ് ഒന്നും ഡെയിലി മുന്നത്തെ പോലെ ഇടയ്ക്കിടയ്ക്ക് പാക്കിംഗ് ഒന്നും പറ്റത്തില്ല.
അടുത്ത് വരുന്നത് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയിലാണ്. ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെയാണ്. ഇത് പെട്ടെന്ന് സൈസ് വയ്ക്കുന്ന പ്ലാന്റ് അല്ല, കുറച്ച് ഡോർഫ് മിനിയേച്ചർ പ്ലാന്റാണ്. അതുകൊണ്ട് മിനിയേച്ചർ സൈസിലുള്ളത് നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. ഒരുപാട് ബാക്കിയുള്ള വെറൈറ്റീസ് ഇതും അതും തമ്മിൽ നല്ല ഡിഫറൻസ് ആണ്. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് കണ്ടോ. ഇതിൻ്റെ ലീഫ് ഷേപ്പ് ഇതിൻ്റെ ലീഫ് ഷേപ്പ് നല്ല ഡിഫറൻസ് ഉണ്ട്. കളറും അങ്ങനെയാണ്. അപ്പം പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ എന്താ പറയുക ആൽബോ വൈറ്റ് കളറാണ് വരുന്നത്. വൈറ്റ് വെരിഗേഷൻസ് വരുന്നതാണ് ലീഫിൽ. ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് മെസ്സേജ് അയക്കാം. പിന്നെ നമ്മുടെ മുന്നേ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് കുറേ പേര് എന്തോന്ന് അതാണ് ഇതാണ് മോശമായിട്ടൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു റേറ്റ് പറയാത്തതിന് വരെ മോശമായിട്ട് കമൻറ്റ് ഇടുന്നത് നല്ലൊരു പ്രവണതയല്ല. അത് അവരെ സ്വഭാവം അല്ലെങ്കിൽ അവരെ ശീലമായിരിക്കും, അതിൽ കാര്യമാക്കുന്നത്. പക്ഷേ കുറേ പേര് നമ്മൾ അതായിട്ട് സഹകരിച്ച് നമ്മുടെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് താല്പര്യമുള്ളവരുണ്ട്, താല്പര്യമില്ലാത്തവരുണ്ട്. കാരണം നമുക്കൊരു പ്ലാൻ ചെയ്യുമ്പോൾ അവരുദ്ദേശിക്കുന്ന റേറ്റ് ആയിരിക്കത്തില്ല. അപ്പം അതൊക്കെ കൊണ്ടാണ് നമ്മൾ കൂടുതലും റേറ്റ് ഇത് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്ക് അത് ബാധിക്കും. നമ്മൾ റേറ്റ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത വരുന്നത് നമ്മുടെ റെഡ് വെയിൻ ആണ്. റെഡ് വെയിൻ്റെ ഇതേപോലെ നല്ല പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് 350 380 റേഞ്ചിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിൻസൊക്കെ കയറി വന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. റെഡ് വെയിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. കാരണം നല്ല രീതിയിൽ ആ വെയിൻസൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. അപ്പം ഈ റെഡ് വെയിൻ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് അയക്കാം. പിന്നെ നമ്മുടെ ഓർഡർ ചെയ്യുന്നവർ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രമേ ഓർഡർ ചെയ്യുക. കാരണം നമ്മൾ എല്ലാത്തിൻ്റെയും സൈസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ടൈഗർ റെഡിൻ്റെ പ്ലാന്റ് ആണ്. ടൈഗർ റെഡിൻ്റെ ഇതേപോലത്തെ സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ട്, കുറച്ച് വലുപ്പമുള്ള പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഓരോ സൈസ് അനുസരിച്ചാണ് റേറ്റിന് ഡിഫറൻസ് വരുന്നത് കേട്ടോ. നമുക്ക് 200 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ പല റേറ്റിനുള്ളതുണ്ട് ടൈഗർ റെഡ്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുണ്ട്, നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. പിന്നെ ഇതൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നല്ല റെഡ് കളർ കയറി വന്ന പ്ലാന്റ്സും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള ടൈഗർ റെഡ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല സൈസുള്ള പ്ലാന്റ്സ് നമുക്കുണ്ട്. നമുക്ക് പ്ലാന്റ്സ് നല്ല വലിയ പ്ലാന്റ്സും ഉണ്ട്, മീഡിയം സൈസും ഉണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ SP കൊളംബിയ ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡിമാൻഡ് നല്ല രീതിയിൽ ഓർഡർ വന്നൊരു പ്ലാനാണ്. ഇഷ്ടംപോലെ പേര് നമ്മുടെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പീസസ് കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. ഇതാണ് SP കൊളംബിയ. അത്യാവശ്യം ഇൻഡോറൊക്കെ ആയിട്ട് നമ്മുടെ ട്രോപ്പിക്കൽ ഗാർഡനും അല്ലാതെ നമ്മുടെ ഒരു എന്താ പറയുക നല്ല രീതിയിൽ ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ പ്ലാനാണ് SP കൊളംബിയ. കാരണം അത്യാവശ്യം നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്, ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ റിപ്ലൈ ഒക്കെ ഒന്ന് ലേറ്റ് ആവുന്നുണ്ട്, കാരണം കുറച്ച് അധികം തിരക്കിലായതുകൊണ്ടാണ്. എന്തായാലും അതൊക്കെ നമ്മൾ ഉടനെ റിപ്ലൈ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഓർഡേഴ്സൊക്കെ നമ്മൾ എടുത്തിട്ട് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും നമ്മൾ അയക്കുന്നത്. ചിലപ്പോൾ മിക്കവാറും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും, ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങളത് അറിയിക്കുന്നതായിരിക്കും. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ഓറഞ്ച് മർമലേഡ് എന്ന് പറഞ്ഞൊരു അടിപൊളി വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡുള്ള വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് പീസുകൾ, വളരെ 3 പീസ്, അതായത് വളരെ കുറച്ച് പീസ്, അതായത് വെറും 3 ഉള്ളൂ. അപ്പോൾ ഇതാണ് കണ്ടോ, ആദ്യത്തെ ലീഫ് നല്ല ഓറഞ്ച് കളറിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഓറഞ്ച് മർമലേഡ് എന്ന് പറയുന്നത്. നല്ല ഡാർക്ക് കളർ, നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് റെഡ് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത്. പിന്നെ അതൊരു വേറൊരു ലൈറ്റ് ഓറഞ്ചിലോട്ട് പോയി, പിന്നെ അത് യെല്ലോയിലോട്ട് മാറി, പിന്നെ അത് ഗ്രീനും യെല്ലോ ആയി, ലാസ്റ്റ് ഗ്രീൻ കളറാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കളർ ഡിഫറൻസ്. ഇതൊക്കെ ഫിലഡോൺ വെറൈറ്റിയാണ്. അപ്പോൾ ഓറഞ്ച് മെർമലേഡ് ഇത് ഈ സൈസിലുള്ള അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ്സ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ പിങ്ക് പ്രിൻസ് ആണ്, പിങ്ക് അല്ല വൈറ്റ് പ്രിൻസ് ആണ്. അപ്പോൾ വൈറ്റ് പ്രിൻസിൽ നമുക്ക് ഒരു പിങ്ക് വെരിഗേഷൻസ് വന്നു. അത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തേക്കുന്നത്. നമ്മുടെ വൈറ്റ് പ്രിൻസ് ആയിട്ട് അതിൻ്റെ ഒരുമിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ മ്യൂട്ടേഷൻ സംഭവിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ പിങ്ക് പ്രിൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു വൈറ്റ് പ്രിൻസിലും വെരിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത് വരുന്നത് നമ്മുടെ ഫോളിയേജ് ആന്തൂര്യത്തിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ഫോളിയേജ് ആന്തൂര്യക്ക് നമുക്ക് ഭയങ്കര റേറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നമുക്കൊന്ന് അങ്ങനെ അടുക്കാൻ പോലും പറ്റാത്ത. പക്ഷേ ഇത്തവണ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവിന് തന്നെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് തരാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫോളിയേജ് ആന്തൂര്യമൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. അത്യാവശ്യം ഹെൽത്തി പ്ലാന്റ്സൊക്കെ തന്നെയാണ് നമുക്ക് സ്റ്റോക്കിന് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം മെസ്സേജ് ചിലരുടെ നോക്കിയില്ല എന്നിപ്പോൾ പരാതി ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇന്ന് തന്നെ മിക്കവർക്ക് മാക്സിമം നമ്മൾ ഇന്ന് തന്നെ റിപ്ലൈ അയക്കുന്നതായിരിക്കും. ഇന്ന് വൈകിട്ടത്തേക്ക് രാത്രി മുന്നായിട്ട് നമ്മൾ അയക്കും. ഓർഡേഴ്സൊക്കെ എടുക്കും. കാരണം കുറേ പേര് ഓർഡേഴ്സൊക്കെ ചെയ്യാനൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് വരുന്ന അടുത്ത ട്രെൻഡിങ് ആയിരുന്നു നമ്മുടെ പിക്ചർ പ്ലാന്റ്. നമ്മൾ കഴിഞ്ഞ അവിടെ വീഡിയോ ഇട്ടപ്പോൾ ഇഷ്ടം പോലെ പേര് നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടുതലും നമുക്ക് ബുഷി പോട്ടാണ് സെയിലായത്. സിംഗിൾ പ്ലാന്റ്സ് എടുത്തവരും ഉണ്ട്. സിംഗിൾ പ്ലാന്റ്സ് നമുക്ക് റേറ്റ് കുറവിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ബുഷി പോട്ടും നമുക്ക് പക്ഷെ 3 ഷൂട്ടൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തരാൻ പറ്റുന്നുണ്ട്. അപ്പം എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സിംഗിൾ പ്ലാന്റ് 200 കൊടുക്കുന്നുണ്ടെങ്കിൽ ബുഷി പ്ലാന്റ് നമുക്ക് അതിലും കുറഞ്ഞ റേറ്റിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പിക്ചർ പ്ലാന്റ് വരുന്നത്. അപ്പോൾ പിക്ചർ പ്ലാന്റ് നമ്മളിവിടെ നിന്ന് കൂടുതലും ഓർഡേഴ്സ് ചെയ്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് ടീച്ചേഴ്സായിരുന്നു. ഇങ്ങനെ കുട്ടികൾക്ക് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ഓർഡർ ചെയ്ത്, പിന്നെ ഓർക്കിഡ്സും അങ്ങനത്തെയൊക്കെ പ്ലാന്റ്സ് ഒരുപാട് കൂടുതലുള്ള മാഡം ഒരു 2-3 മാഡംസ് നമ്മുടെ ഓർഡർ ചെയ്തു. ആ ഒരു മാഡത്തിൻ്റെ വീട്ടിൽ കണ്ട് അടുത്തൊരു മാഡം ഓർഡർ ചെയ്ത് അങ്ങനെ നമുക്ക് കുറേ റെഫറൻസ് വെച്ചിട്ടും ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് വെച്ചാൽ നമ്മുടെ പ്ലാന്റ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ജീവികളൊക്കെ നമുക്കൊന്ന് കുറഞ്ഞു കിട്ടി. ഇത് കൂടുതലും അതിനെയൊക്കെ ഭക്ഷിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെയൊക്കെ എമൗണ്ട് കുറയും. അടുത്തത് നമ്മുടെ മെലോനി ഗോൾഡിൻ്റെ തന്നെ പ്ലാന്റ് ആണ്. നേരത്തെ നമ്മൾ ജസ്റ്റ് 2 പ്ലാന്റേ കാണിച്ചിട്ടുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് വരുന്നത്. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത വരുന്നത് നമ്മുടെ സമ്മർ ഗ്ലോറിയാണ്. സമ്മർ ഗ്ലോറിയൊക്കെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ളതും കുറച്ചധികം റേറ്റുള്ള പ്ലാന്റും കൂടെയാണ്. എന്നാലും നിങ്ങൾക്കൊരു 700-ൻ്റെ അകത്തോ 600-ൻ്റെ അകത്തൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഒരുപാട് കോസ്റ്റിലൊന്നും അല്ല നിങ്ങൾക്കിപ്പോൾ നമ്മൾ തരുന്നത്. കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ്. അടുത്ത വരുന്നത് നമ്മുടെ ഓസ്പീഷ്യസ് റെഡാണ്. ഓസ്പീഷ്യസ് റെഡ് നമുക്ക് എപ്പോഴും ഡിമാൻഡും എപ്പോഴും നമുക്ക് ഓർഡർ വരുന്നൊരു പ്ലാന്റാണ്. ഓസ്പീഷ്യസ് റെഡ് നമുക്ക് 260-യുടെ പ്ലാന്റാണ് ഇതൊക്കെ ഇരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ. 260-280 ആ ഒരു റേഞ്ചാണ്. എനിക്കിപ്പോൾ റേറ്റ് നമ്മളിപ്പോൾ കുറച്ച് നാളെ വീഡിയോ കിട്ടുന്ന റേറ്റിൻ്റെ കാര്യമൊന്നും മറന്നുവിടുന്നത്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ സൂപ്പർ റെഡാണ്. സൂപ്പർ റെഡിൻ്റെയും കുറച്ച് സ്റ്റോക്ക് നമ്മളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. നല്ല റെഡ് കളർ കയറിയ പ്ലാന്റ്സ് ആണ്. പിന്നെ സിംഗിൾ ഷൂട്ടും ഉണ്ട്, ഡബിൾ ഷൂട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് ഓർഡർ ചെയ്യാം. ബേബി ഷൂട്ട്സ് വന്ന പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കുക. വാട്സപ്പ് മാത്രമേ ഉള്ളൂ, കോളും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നമുക്ക് ഒരാളെ കോൾ ചെയ്ത് സംസാരിക്കുന്ന ആ ഒരു ടൈം കൂടി നമുക്ക് മാക്സിമം ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ച് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ കോൾസ് ഒന്നും വയ്ക്കാത്തത്. കാരണം ഇപ്പം നല്ല തിരക്കിലും കൂടി ആയതുകൊണ്ട് കാണാം കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ്. പിന്നെ ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ഫിലോഡോൺ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ് ആണ്. ഇത് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഡിമാൻഡും നല്ല രീതിയിൽ നമുക്ക് മൂവിങ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണുള്ളത്. ഇത് നമുക്കൊരു 300, 350, 380 ഈ 3 റേറ്റിലാണ് നമുക്ക് നമ്മുടെ റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റഡ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഗോൾഡ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കളക്ഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഒരുപാട് റേറ്റാണ് വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ വാങ്ങാനായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. ഇനി അടുത്ത നമ്മുടെ ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ ബുഷി പോട്ടാണ്. ഇതിലൊരു 3 തൊട്ട് 4 ഷൂട്ട് വരെയുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ ബുഷി പോട്ട് നമ്മൾ 380, 400 ആ ഒരു റേഞ്ചിലാണ് കൊടുക്കുന്നത്. സിംഗിൾ ഷൂട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് റസ്റ്റിക് ഗ്രീനും അതൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്. അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ സൈസും ഡീറ്റെയിൽസൊക്കെ. പിന്നെ ഇത് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ബുഷി പോട്ടാണ്. അതൊക്കെ നമുക്കുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം വീഡിയോയിൽ കാണുന്ന പ്ലാൻ ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് ചോദിക്കുകയും ചെയ്യാം. അപ്പം ബട്ടർഫ്ലൈയുടെ ബുഷി പോട്ടൊക്കെ നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് മുന്നത്തെ വീഡിയോ ആണ്, പക്ഷെ നമ്മൾ ഒരുപാട് പ്ലാൻസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് പറയാനുള്ള കാര്യം നേരത്തെ പറഞ്ഞു തന്നെ നമ്മൾ കുറച്ചധികം തിരക്കിലാണ്. നമുക്ക് എല്ലാ ദിവസവും പണ്ടത്തെ പോലെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, വ്യാഴാഴ്ച വരെ നമ്മൾ അയക്കും കൊറിയർ. അതേപോലെ ഇപ്പോൾ അയക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു ഓർഡർ എടുത്താൽ നമ്മൾ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എടുക്കണം. മിക്കവാറും അത് തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത്. കാരണം നമുക്ക് കുറച്ചധികം തിരക്കാണ്. ഈ പാക്കിംഗ് ആണ്. നമ്മൾ വീട്ടിലെത്തുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആകുന്നുണ്ട്. പിന്നെ അതിനുശേഷം പാക്കിംഗ് ഒന്നും നമുക്ക് നടക്കുന്നില്ല, നല്ല ടൈം എടുക്കുന്നുണ്ട്. കാരണം പാക്കിംഗ് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം, നല്ല ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. പെട്ടെന്നൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരമൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ അത് ചെയ്യേണ്ട വീട്ടിലെത്തുന്നത് നമ്മളൊരു 10 മണി കഴിയും. അതിന് ശേഷം പാക്കിങ്ങുകളൊന്നും വരാകുമ്പോഴത്തേക്കും നമുക്കൊട്ടും പറ്റുന്നില്ല, ഫിസിക്കലി ഓക്കെ ആകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ആ ഒരു ദിവസത്തെ സ്ട്രെയിനേ ഉള്ളൂ. മറ്റേതാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പറ്റുന്നില്ല. കാരണം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പാക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും. പിന്നെ നമ്മളിൽ ഓർഡർ തരുന്നവർ ദയവായി വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ. കാരണം ചിലത് എല്ലാവരും ഒന്നല്ല, നമുക്ക് വരുന്നൊരു 100% ഒരു 2% ഓർഡർ നമ്മുടെ പ്ലാന്റ് ഒന്നും കാണാതെ ജസ്റ്റ് ചുമ്മാ വന്ന് ഓർഡർ ചെയ്യുന്നതാണ്. കാരണം നമ്മൾ വീഡിയോയിലൊക്കെ സൈസ് കാണിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ വീഡിയോയിൽ കാണിച്ചാൽ മതി. പക്ഷേ അതേ സമയത്ത് നമ്മളെല്ലാം എടുത്ത് കാണിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലായിട്ട് ഓർഡർ ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത്
പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടിടാം. പിന്നെ കുറച്ച് പേര് നമ്മുടെ അടുത്ത് അഗ്ലോണിമയുടെ പ്രൊപ്പഗേഷൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇടാം. നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത്. അപ്പോൾ അത് നമുക്ക് കമൻ്റായിട്ട് 1-2 പേരെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ടീമായിട്ട് കുറച്ചധികം പേര്, എന്ന് വെച്ചാൽ ഒരുപാട് പേരൊന്നുമല്ല, ഒരു 3-4 പേര് വന്ന് ചോദിച്ചു. എന്നാലും 3-4 പേര് നമ്മളെ സംബന്ധിച്ചൊരു വലിയ എമൗണ്ടാണ്. അപ്പം അവർക്ക് വേണ്ടിയായിട്ടും കൂടെ നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷേ സമയത്തിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ നീണ്ടു പോകുന്നത്. എന്നാലും ഉടനെ തന്നെ അതൊക്കെ പരിഹരിച്ചിടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യം നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.